നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. 7-ാം ഭാവത്തിൽ 6-ാം ഭാവാധിപൻ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളത് അത്ര നല്ലതല്ല. 7-ാം ഭാവത്തിൻ്റെ 12-ാം ഭാവമാണ് 6-ാം ഭാവം. 6-ാം ഭാവാധിപൻ 7-ൽ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദാമ്പത്യ ജീവിതത്തിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ പങ്കാളി നേഴ്സോ ഡോക്ടറോ അങ്ങനെയുള്ള സേവന മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. ബിസിനസ് പങ്കാളികളുമായിട്ട് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പങ്കാളിക്ക് എന്തെങ്കിലും ഒരു രോഗം, എന്തെങ്കിലും ഒരു പ്രശ്നം വരാനുള്ളൊരു സാധ്യതയും ഉണ്ട്. ബന്ധങ്ങളിലെ ഒരു സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധങ്ങളിൽ എപ്പോഴും ഒരു സംഘർഷങ്ങൾ സർവ്വസാധാരണമായിരിക്കും. ബന്ധങ്ങൾ എപ്പോഴും ഭാര്യ പറയുന്ന ഭർത്താവിനോ ഭർത്താവ് പറയുന്ന ഭാര്യയ്ക്കോ ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ പല വിഷയങ്ങൾ ഈ ഒരു ടേസ്റ്റ് വ്യത്യാസം കാരണം, ഇവരുടെ ഒരു സ്വഭാവത്തിലെ ഈ ഒരു വ്യത്യാസങ്ങൾ കാരണം നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഇവർക്ക് വീട്ടുകളിലൊക്കെ ആണെങ്കിലും ഇവർക്ക് വരാം. ഇരിക്കുമ്പോഴാണെങ്കിലും പല കാര്യങ്ങളും, നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞു തുടങ്ങുന്നത്. തുടങ്ങി ലാസ്റ്റ് അത് ഗുസ്തിയിലേ അവസാനിക്കത്തുള്ളൂ. അല്ലെങ്കിൽ തർക്കങ്ങളിൽ ഏർപ്പെടാനുള്ളൊരു ടെൻഡൻസി. ഇപ്പോൾ ഒരാളങ്ങ് എണീറ്റ് പോകും, അതായിരിക്കും നല്ലത്. എണീറ്റ് പോയില്ലെങ്കിൽ അവിടെ ഒരു തർക്കങ്ങളുണ്ടാവും. അതുപോലെ പൊതുരംഗത്ത് ശത്രുക്കളുണ്ടാവാനും അത് സമ്പാദിക്കാനുമുള്ള സാധ്യതയുണ്ട്. വിവാഹ ജീവിതം ഒരു വെല്ലുവിളിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. 7-ാം ഭാവാധിപനും കാരകഗ്രഹത്തിനുമൊക്കെ ബലക്ഷയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. 6th ഹൗസ് ലോർഡ് 7th നിൽക്കുന്നത് തന്നെ പാർട്ട്ണറുമായിട്ട് ശത്രുത ഉണ്ടാവാനുള്ള ഒരു യോഗമാണത്. അല്ലെങ്കിൽ പാർട്ട്ണറുമായി എന്തെങ്കിലുമൊക്കെ വഴക്കിനുള്ള യോഗം ഉണ്ടാവാനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ പാർട്ട്ണർ മടിയനോ മടിച്ചിയോ ആവാനുള്ള സാധ്യതയാണ്. നിങ്ങളുടെ ജീവിത സ്വഭാവ രീതികളുമായിട്ടൊന്നും ചേർന്ന് പോവാത്ത പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടി ആണ് എന്നുള്ളതും കൂടി ഓർത്തുകൊള്ളുക. അപ്പോൾ അത് പൂർവ്വജന്മത്തിൽ ദാമ്പത്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ള ഡെപ്റ്റുകളുടെ വാക്യപത്രമായിട്ടാണിത്. അപ്പോൾ അത് ഭാവം പോയി. ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്യ ഗ്രഹം എന്ന് പറയുമ്പോൾ ഭാവം പോയി. അതുകൊണ്ട് തന്നെ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം എന്തായാലും 6-ാം ഭാവാധിപനാണ്. അപ്പം ഭാവത്തിലേക്ക് നോക്കുന്നവനും ആരാണെന്ന് നോക്കണം. പിന്നെ ശുക്രനും ഭാവാധിപനും കൂടെ പോയിട്ടുണ്ടെങ്കിൽ 6-8-12 പോയിട്ടുണ്ടെങ്കിൽ നല്ല ക്ഷേമമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ജാതകങ്ങളെ നിങ്ങളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി എടുത്ത് നോക്കുകയും ചെയ്യുക. ഇനി അടുത്തത് 8-ാം ഭാവത്തിൽ 6-ാം ഭാവാധിപൻ നിന്നാൽ ഒന്ന് നോക്കാം. ഞാൻ മുമ്പ് 6-ാം ഭാവത്തിൽ 6-ാം ഭാവാധിപൻ നിന്നപ്പോൾ പറഞ്ഞ പോലെ തന്നെ 6-ാം ഭാവാധിപൻ 8-ലും 8-ാം ഭാവാധിപൻ 6-ലും ഒക്കെ പോകുന്നത് ഒരു വിപരീത രാജയോഗമാണ്. വിപരീത രാജയോഗം എന്ന് പറയുന്നത് കുറേ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ട് കടുത്ത പ്രതിസന്ധികളും മാറാരോഗങ്ങളും അല്ലെങ്കിൽ ശക്തമായ ശത്രുക്കളുമായിട്ടൊക്കെയുള്ള മൽപ്പിടുത്തങ്ങൾക്ക് ശേഷം, കേസ് വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളതിന് ശേഷം ആ പ്രശ്നങ്ങളെല്ലാം നേരിട്ട് ജീവിതം വിജയിച്ച് വരുന്ന ഒരവസ്ഥയാണ് വിപരീത രാജയോഗം എന്ന് പറയുന്നത്. അതിൽ അന്തിമ വിജയം ഇവർക്കായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അതാണ് മെയിൻ. അപ്പം 8-ാം ഭാവാധിപൻ 6-ൽ എന്ന് പറയുമ്പം, അല്ലെങ്കിൽ 6-ാം ഭാവാധിപൻ 8-ൽ എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ നീങ്ങിപ്പോവുകയും ഇൻഷുറൻസ് മേഖലകളിൽ വിജയിക്കുക, ഇൻഷുറൻസ് ധനം കിട്ടുക, ലോട്ടറി അടിക്കുക, ഷെയർ മാർക്കറ്റ് കളിച്ച് ചിലപ്പോൾ വിജയിക്കുക, നിഗൂഢശാസ്ത്രങ്ങൾ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ അറിവ് സമ്പാദിക്കുക, നിഗൂഢമായിട്ടുള്ള കർമ്മങ്ങൾ ആചരിക്കുക. അത് ചിലപ്പം കൈവിട്ട് പോകുമ്പോഴാണ് ഈ അന്ധവിശ്വാസങ്ങളായിട്ട് പുറത്ത് വന്നത് വലിയ ക്രിമിനൽ കേസുകളായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളും വിജയങ്ങൾക്ക് വേണ്ടി, അതായത് ഭൗതിക വിജയങ്ങൾക്ക് വേണ്ടി, ഒന്നും ആധ്യാത്മിക വിജയത്തിന് വേണ്ടിയിട്ടില്ല, ഭൗതിക വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് കാലഹരണപ്പെട്ടു പോയ, അല്ലെങ്കിൽ കാലത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് പൊതുസമൂഹത്തിൽ നിന്നും മാറി നിൽക്കുന്ന, എന്നാൽ അതിരഹസ്യമായിട്ട് എല്ലാ സംസ്കാരത്തിലും ഇന്നും നിലകൊള്ളുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ പ്രകൃതി ശക്തികളെ വെച്ചിട്ടുള്ള കളികൾ, അതൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി, അതൊക്കെ പഠിക്കാനും അതൊക്കെ ഉപയോഗിക്കാനുള്ള ടെൻഡൻസിയൊക്കെ കാണും.
മാനസികമായിട്ടുള്ള സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്നത് 6th ഹൗസിലോട് 8ൽ നിൽക്കുമ്പം മനസ്സെപ്പോഴും ആഴത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. റെസിലിയൻസ് അഥവാ അതിജീവനത്തിനുള്ള കഴിവ് ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. 8th ഹൗസാണ്, 6th 8th. അപ്പം എന്ന് പറയുന്നത് അത് ബലപ്പെടുമ്പം അതിജീവനത്തിനുള്ള കഴിവ്, ആയുസ്സിൻ്റെ സ്ഥാനമല്ലേ, നിഗൂഢതയുടെ സ്ഥാനമാണ്, അന്വേഷണത്തിൻ്റെ സ്ഥാനം. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിജീവനത്തിനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. എന്നിരുന്നാൽ തന്നെയും കടുത്ത മാനസിക പിരിമുറുക്കവും ഭയത്തെയും ഇവർ കൂടെ കൊണ്ട് നടന്നത് അനുഭവിച്ച ശേഷമേ, അത് വിപരീത രാജയോഗമാണ്, അനുഭവിച്ച ശേഷമേ അതിൽ നിന്ന് പുറത്ത് വന്ന്, ആ പിരിമുറുക്കങ്ങളിൽ നിന്നൊക്കെ പുറത്ത് വന്ന് വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിഗൂഢമായ ശാസ്ത്രങ്ങളെക്കുറിച്ചും നിഗൂഢ വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ ഉണ്ട്. ചന്ദ്രൻ അങ്ങ് മോശമാവുകയും ഈ 6ാം ഭാവാധിപൻ 8ൽ നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഓവർ തിങ്കിങ് ഭയങ്കര കൂടുതലായിരിക്കും. അത് ശ്രദ്ധിക്കേണ്ടതും ആണ് എന്നുള്ളത് ഓർക്കുക. അടുത്തത് നമുക്ക് 6ാം ഭാവാധിപൻ 9ൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കാം. പെട്ടെന്ന് പോവാം. കാരണം ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ വിശദമായിട്ട് എടുത്തു പോയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ഇതെങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളത്. ഇതെൻ്റെ ഒരു ശൈലിയാണ്, എൻ്റെ ഒരു ഒബ്സർവേഷൻ രീതിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒബ്സർവേഷൻ രീതികൾ നോക്കാം. എൻ്റെ ആചാര്യന്മാർ പഠിപ്പിച്ച ഒരു ശൈലിയും അതിനോടൊപ്പം തന്നെ എൻ്റേതായ ഒരു രീതികളും കൂടിയാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഇതിലേക്ക് പെട്ടെന്ന് പോവാം. 9ാം ഭാവത്തിൽ 6ാം ഭാവാധിപൻ നിന്നാൽ എങ്ങനെയായിരിക്കും? 9ാം ഭാവം എന്താണ്? നേച്ചർ സപ്പോർട്ട് ചെയ്യേണ്ട ഭാവമാണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടേണ്ട അറിവാണ്, ഗുരുവാണ്, അച്ഛനാണ്, ഒക്കെയാണ്. അപ്പോൾ 9ാം ഭാവാധിപൻ 6ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാഗ്യത്തിന് തടസ്സം ഉണ്ടാകും. ഗുരു പറയുന്ന പലതും മനസ്സിലാവത്തില്ല. എന്തുവായത് എന്ന് ആലോചിച്ചു. ആധ്യാത്മികപരമായിട്ടുള്ള വിസ്ഡം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ക്ലാരിറ്റി വരാൻ ഇച്ചിരി സമയമെടുക്കും. പിതാവുമായി തർക്കങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകാം, അല്ലെങ്കിൽ പിതൃസുഖം കുറയാം, നല്ല ഗുരുക്കന്മാരെ കിട്ടാൻ ഇച്ചിരി സമയമെടുത്തേക്കാം. ഉന്നത വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ വരാം. 2ാമത്തെയോ 3ാമത്തെയോ സന്താനങ്ങൾക്ക് ദോഷം വരാം. നിങ്ങളുടെ മക്കൾക്ക് 2ാമത്തെയോ 3ാമത്തെയോ സന്താനമുണ്ടെങ്കിൽ അതിൻ്റെ ദുഃഖങ്ങളുണ്ടാവാം. ധാർമ്മിക കാര്യങ്ങളിൽ കിട്ടേണ്ടത് കിട്ടാതെ നിയമപരമായിട്ടുള്ള വെല്ലുവിളികൾ ഏൽക്കേണ്ടി വരിക. ആധ്യാത്മിക സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം ഒരുപാട് തിരിച്ചടികൾ ഏൽക്കേണ്ടി വരിക. അങ്ങനെയൊക്കെ വരാം. ഈ ആധ്യാത്മിക യാത്രകളൊക്കെ പോയിട്ട് ശാരീരിക ബുദ്ധിമുട്ട് വന്നിട്ട് എവിടെയെങ്കിലും കിടന്നു പോവുക, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ടാകും. 9ാം ഭാവാധിപൻ 6ൽ, 6ാം ഭാവാധിപൻ 9ലൊക്കെ വന്നു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ നിമിത്തം സ്പിരിച്വൽ ട്രാവലിംഗ്, സ്പിരിച്വൽ ജേണി, ഇതിനെല്ലാം ഒരു തടസ്സങ്ങൾ വരാം. ഗുരു പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാനൊക്കെ കുറേ സമയമെടുക്കും. പക്ഷേ അതിനു വേണ്ടി വളരെ ഡിസിപ്ലിൻഡായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ അതിൽ മാറ്റം വരികയും ചെയ്യും. അതുപോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസങ്ങളിലും അതുപോലെ തന്നെ ആചാരങ്ങളിലും സംശയദൃഷ്ടിയോടുകൂടി നോക്കുകയും, എന്നാൽ ഇതിൽ വിശ്വാസമുണ്ട്, എന്നാൽ ആധുനികപരമായിട്ടുള്ള പല സാധനങ്ങളും കേട്ടിട്ട് ഒരു സംശയദൃഷ്ടി എപ്പോഴും അതും ഇതുമായിട്ട് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഇങ്ങനെ വരികയും ചെയ്യും. അതുപോലെ തന്നെ ഗുരുക്കന്മാരുമായും ഉന്നത അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായും തന്നെ ഒരു കാലത്ത് സപ്പോർട്ട് ചെയ്ത മെൻറ്റർമാരുമായിട്ടോ അല്ലെങ്കിൽ അച്ഛനുമായിട്ടോ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അത് പ്രശ്നങ്ങളാവുകയും തന്നെക്കാട്ടിലും കൂടുതൽ ഉയർന്നു നിൽക്കുന്നവരോടൊരു അവരോട് മത്സരിക്കാനുള്ളൊരു ടെൻഡൻസി വരികയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഇവർ പൊതുവെ ഈ ഭാഗ്യത്തെക്കാട്ടിലും കൂടുതൽ ദൈവാധീനത്തെക്കാട്ടിലും കൂടുതൽ അവനവനിൽ കുറച്ചുകൂടെ വിശ്വസിക്കുക, സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ അതൊക്കെ നല്ലതാണ്. അത് പക്ഷേ ഇതെല്ലാം നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ വളരെ നല്ല ആരോഗ്യകരമായിട്ടുള്ളൊരു മത്സരം ഉണ്ടായാൽ നല്ലതല്ലേ? ഗുരുവിനേക്കാളും നല്ല ശിഷ്യന്മാരുണ്ടാവുന്നത് നല്ലതല്ലേ? അത് പക്ഷേ ആരോഗ്യകരമായിട്ട്, പക്ഷേ ഗുരുവിനെ തോൽപ്പിക്കാൻ വേണ്ടിയാവില്ല, അവിടെ ഗുരുത്വം നശിച്ചു പോവുക ചെയ്യുന്നത്. അതുപോലെ എല്ലാ കാര്യത്തിലും ആശാനേക്കാളിലും നല്ല ശിഷ്യന്മാരുണ്ടാവുന്ന നല്ലതല്ലേ? ഇപ്പം ഇളയരാജയുടെ അടുത്തുണ്ടായിരുന്ന ആളാണ് റഹ്മാൻ, അല്ലെങ്കിൽ അതേപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതായത് ഒരു ശിഷ്യൻ തന്നെക്കാട്ടിലും മുകളിലേക്ക് വളർന്നു കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ ഒരു ആചാര്യന് തൻ്റെ ജീവിതം നല്ല രീതിയിലായി അല്ലെ ഉപയോഗപ്പെട്ടു എന്ന് ശരിക്കും തോന്നുന്ന ഒരു മൊമെൻറ്റ്. അങ്ങനെ ചിന്തിക്കുന്നവരാണ് യഥാർത്ഥ ആചാര്യന്മാരും
അങ്ങനെ ആരോഗ്യകരമായൊരു വളർച്ച, തൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണം ആചാര്യനേക്കാളും ഞാൻ വളർന്നു എന്നുള്ളതിനേക്കാളും ഉപരി അതിന് കാരണം ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹമാണെന്ന് വിചാരിക്കുന്ന ശിഷ്യനുമാണ് ഉത്തമർ. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവരൊരു 9ാം ഭാവത്തിലെ 6ാം ഭാവാധിപൻ നിൽക്കുമെന്ന് പറഞ്ഞാൽ നാച്ചുറലി എനിക്ക് ദൈവത്തിലൊന്നും വിശ്വാസമൊന്നുമില്ല. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാവാം, പക്ഷേ എനിക്ക് കൂടുതലും എന്നിലാണ് വിശ്വാസം. എൻ്റെ കഠിനാധ്വാനത്തിലാണ് വിശ്വാസം. നമുക്ക് ജീവിതത്തിൽ കിട്ടേണ്ടതും നഷ്ടപ്പെടേണ്ടതുമെല്ലാം ഈ പ്രപഞ്ചത്തിൽ തന്നെയാണെന്നും തൻ്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രമല്ല ജീവിതം വിജയിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും ലാളിത്യമുള്ള ആളാവും. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു കാര്യം ചെയ്യുന്നു, എൻ്റെ കഠിനാധ്വാനമാണ് ഞാനീ ചെയ്യുന്നത്. എനിക്കിതേ അറിയത്തുള്ളൂ, എനിക്കിതാണ് ഇഷ്ടം. പക്ഷേ ഞാനിത് ചെയ്താലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യർക്ക് ഇഷ്ടപ്പെടുകയും അവരത് സ്വീകരിക്കുകയും അവരത് ഉപയോഗിക്കുകയും അതുവഴി എന്നെ അനുഗ്രഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഞാൻ വിജയിക്കുന്നത്. എൻ്റെ ഒരാളുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രമല്ല, ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ടും ഞാൻ ചെയ്യുന്നത് വളരെ ഉദാത്തമായ രീതിയിലാണെങ്കിൽ പോലും എൻ്റെ ചുറ്റുപാടുള്ളവർക്ക് അത് താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെ പ്രകൃതിക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ പ്രകൃതിയിൽ ചുറ്റുപാട് നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാം, ഇതെല്ലാം സന്തോഷമാവും എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇത് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പഠിച്ചത് കൃത്യമായിട്ട് അതിനെ ഡെഡിക്കേറ്റ് ചെയ്ത് പൂർണ്ണമായിട്ടും ഫോക്കസ്ഡായിട്ട് ചെയ്യുക എന്നുള്ളൂ. ചിലപ്പോൾ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, അത് ഭാഗ്യം പോലെ ഇരിക്കും. അതിൽ ആ ഒരു ലാളിത്യം വരണമെങ്കിൽ 9ാം ഭാവം ബലപ്പെടണം. അപ്പോൾ ഭാഗ്യത്തെക്കാളും കൂടുതൽ കഠിനാധ്വാനത്തിൽ വിശ്വസിക്കുന്നവരാണ് പക്ഷേ 6ാം ഭാവാധിപൻ 9ൽ നിൽക്കുന്നവർ. ഇനിയും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ഭാവത്തിൽ 6ാം ഭാവാധിപൻ നിന്നാൽ എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് പെട്ടെന്ന് നോക്കാം. കർമ്മപരമായ സൂചന എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ രംഗം ഒരു മത്സരക്കളമായിരിക്കും എന്നുള്ളതാണ്. 6th ഹൗസ് അല്ലേ, ശത്രു, ഇടി, ഗുസ്തി. കരിയറിൽ ഒരുപാട് ശത്രുക്കളെയും തടസ്സങ്ങളെയും നേരിടേണ്ടി വരും. എന്നാൽ സേവന മേഖലകളിൽ ഇവർ വിജയിക്കും കേട്ടോ. മെഡിസിൻ, നിയമം, പോലീസ്, സർക്കാർ ജോലി എന്നീ മേഖലകളിൽ ഇവർ വിജയിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന മേഖലകളിൽ ഇവർ വിജയിക്കും. അതുപോലെ തന്നെ ഇവർ തൊഴിൽപരമായിട്ട് വളരെ കഠിനാധ്വാനികളും മത്സരബുദ്ധിയുള്ളവരുമായിരിക്കും. തങ്ങളുടെ ജോലി സ്ഥലത്ത് അധികാരം സ്ഥാപിക്കാൻ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അധികാര സ്ഥാനങ്ങളോടും കീർത്തിയോടും വളർച്ചയോടും പ്രശസ്തിയോടും തനിക്ക് കിട്ടേണ്ടത് കിട്ടണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പം സ്ഥാനമാനങ്ങളോടൊക്കെയുള്ള അമിതമായ താല്പര്യം ഇവർക്കുണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള വർക്ക് സ്ട്രെസ്സ്, തൊഴിൽപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഇവർക്ക് കൂടുതലായിരിക്കും. അതിനെ അതിജീവിക്കാൻ ഇവർക്ക് പറ്റും. പൊതുവെ 6ാം ഭാവാധിപൻ 10ൽ നിൽക്കുന്നവർക്ക് തൊഴിൽ മേഖലയോടും കർമ്മത്തിനോടും ഒക്കെ ഇതാണെങ്കിലും കുറച്ച് ഇമോഷണലി കുറച്ച് ക്രൂരന്മാരായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഒബ്സർവേഷൻ വിടുന്നില്ല, പൂർണ്ണമായിട്ടും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ചില ആൾക്കാരിൽ ഞാൻ അങ്ങനെ ഒരു ക്രൂരത, ഒരു മറ്റുള്ളവരുടെ വേദനകൾക്കധികം വാല്യൂ കൊടുക്കാത്തത് കണ്ടിട്ടുണ്ട്. തങ്ങളുടെ വിജയങ്ങളും തങ്ങളുടെ ലക്ഷ്യങ്ങളും മാത്രം കാണുന്നവർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവർ ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിൽ വലിയ സ്പിരിച്വലായി പോകുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ തിരിച്ചടികളാണല്ലോ കിട്ടുന്നത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എമ്പതി, ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ഓടുകൂടി തങ്ങളുടെ മേഖലകളെ വിജയിപ്പിക്കുന്നത്, തൻ്റെ വിജയത്തിന് വേണ്ടി ആരെയും ചവിട്ടി മെതിച്ച് പോയിട്ട് ഒരു ദിവസം ജീവിതത്തിൽ മെതിച്ച് പോയി കഴിയുമ്പോൾ ആർക്കു വേണ്ടിയാണോ ഇതെല്ലാം നേടിയത് അതെല്ലാം തിരിഞ്ഞടിക്കുന്ന അവസ്ഥയായിട്ട് വരിക. ബൂമറാങ് പോലെ തിരിഞ്ഞടിക്കുന്നൊരവസ്ഥയായിട്ട്, കർമ്മ തിരിഞ്ഞടിക്കുന്നൊരവസ്ഥ വരുമ്പം സ്പിരിച്വൽ ആയതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. ധർമ്മബോധത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. സ്പിരിച്വൽ ആയാലും അത് ഗുണമാണ്. പക്ഷേ എന്ന് വെച്ച് ചെയ്തതൊന്നും പ്രപഞ്ചം മറക്കില്ല, ആര് മറന്നാലും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, കുറച്ചുകൂടെ ധാർമ്മിക മൂല്യമുള്ളവരായിട്ട് വരിക. ഞാൻ കുറച്ച് ജാതകങ്ങളുടെ ഒരു അനാലിസിസ് വെച്ചാണ് ഈ പറയുന്നത്. പക്ഷെ അങ്ങനെ ഇല്ലാത്തവരുണ്ടാവുമായിരിക്കും. അവർ ഭാഗ്യവാന്മാരായിരിക്കും, അവർക്ക് വ്യാഴമൊക്കെ നല്ല അനുകൂലമായിരിക്കും. അല്ലാത്തവർ ഒന്ന് ശ്രദ്ധിക്കുക. ഈയിടെയായിട്ട് ഞാൻ പലപ്പോഴും കൺസൾട്ടേഷൻ ഇങ്ങനെയൊക്കെയുള്ള ചില സാധ്യതകൾ വരുന്ന സമയത്ത് ഞാനത് അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കും. അതൊക്കെയാണ് ഇതിൽ പറയുന്നതും നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്നതും ഒക്കെ. ഇതൊക്കെ ഒരു നിരീക്ഷണത്തിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അടുത്തത് നമുക്ക് 11ാം ഭാവത്തിൽ 6ാം ഭാവാധിപൻ നിന്നാൽ എന്താണെന്നുള്ളത് നോക്കാം. കർമ്മപരമായിട്ടുള്ള സൂചനകൾ നേട്ടങ്ങൾക്കും ലാഭത്തിനും വേണ്ടിയിട്ട് കഠിനമായിട്ട് പോരാടേണ്ടി വരുന്ന സുഹൃത്തുക്കൾക്ക് പലരും, നെറ്റ്വർക്ക് പലപ്പോഴും നിങ്ങൾക്ക് തിരിഞ്ഞു കുത്തുന്നതായിട്ട് കാണാം. നിങ്ങൾ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും കൂടെ നിർത്തുകയും ചെയ്തവർ പലപ്പോഴും നിങ്ങളെ തിരിഞ്ഞു കുത്തുന്നതായിട്ട് കാണാം.
മുതിർന്ന സഹോദരങ്ങളുമായിട്ട് തർക്കങ്ങൾ, സ്വത്ത് തർക്കങ്ങൾ, സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ തർക്കങ്ങൾ, അവരുമായിട്ടുള്ള വിഷയങ്ങൾ നിമിത്തം വസ്തുവകകളോ സാമ്പത്തിക വിഷയങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കടം വാങ്ങുകയോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ മുതിർന്ന ജ്യേഷ്ഠനുമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് വരാം. അത് നിമിത്തം കടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ എന്നാലും നിയമപരമായിട്ടുള്ള പോരാട്ടത്തിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കടം വാങ്ങിയൊക്കെ നിങ്ങൾക്ക് ജീവിതം വിജയിപ്പിച്ചെടുക്കാനും സാധിക്കുകയും ചെയ്യും. ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ ഒരുപാട് തടസ്സങ്ങളെ നേരിടേണ്ടി വരുന്നതിനാൽ മാനസികമായിട്ടുള്ള നിരാശ തോന്നാം. ഡിപ്രസ്ഡ് ആയിട്ടിരിക്കാനൊക്കെ തോന്നും. പക്ഷേ അതിലൊന്നും കാര്യമില്ല, കയറി വന്നോണം. അതുപോലെ തന്നെ സാമൂഹിക ബന്ധങ്ങളിൽ എപ്പോഴും ഒരു മത്സരബുദ്ധി നിലനിർത്താനും താനൊരു സംഭവമാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഈഗോ നന്നായിട്ട് കൂടും. പണമിടപാടുകൾ നടത്തുമ്പോഴും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടൊക്കെയുള്ളൊരു ബന്ധങ്ങളിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ സുഹൃത്തുക്കളുമായിട്ട് മുതിർന്ന ജ്യേഷ്ഠനുമായിട്ടൊക്കെ വരുന്ന സമയത്ത്, മുതിർന്ന ആൾക്കാരുമായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വിശ്വാസക്കുറവ്, ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും. 6-ാം ഭാവാധിപൻ 11-ൽ നിൽക്കുന്നത് നല്ല പ്രണയം വഴി മാനസിക ദുഃഖം ഉണ്ടാവാനുള്ള ഒരു യോഗവും കൂടിയാണ് എന്നുള്ളത് ഓർക്കുക. ഇത്രയൊക്കെയാണ് 6-ാം ഭാവം. 11 പൊതുവേ നല്ലൊരു ഭാവമാണ്. 11-ൽ എല്ലാവർക്കും നിൽക്കാൻ പറ്റുന്നൊരു ഭാവം, നല്ലൊരു ഭാവമാണ്. പക്ഷേ 6-ാം ഭാവാധിപനും 8-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനും ഒന്നും 11-ൽ നിൽക്കുന്നത് അത്ര ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നിങ്ങളുടെ നിരീക്ഷണം കമൻ്റായിട്ട് പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ നിരീക്ഷണം സ്വയം എഴുതി വെച്ച് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ അത് ഉപയോഗിക്കുകയും ചെയ്യുക. അടുത്തത് 6-ാം ഭാവാധിപൻ 12-ൽ. ഈ സമസപ്തമ ഭാവങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കത്തില്ല. കുറച്ചൊരു സ്നേഹം കാണും അങ്ങോട്ടും ഇങ്ങോട്ടും. 1-ാം ഭാവാധിപൻ 7-ാം ഭാവവും 7-ാം ഭാവാധിപൻ 1-ാം ഭാവവും തമ്മിൽ ഇപ്പോഴും ഒരു ചേർച്ച വരെ, നല്ലൊരു പൂർണ്ണത വരത്തുള്ളൂ. അതുപോലെ 2-ാം ഭാവവും 8-ാം ഭാവവും തമ്മിലൊരു ബന്ധമുണ്ട് ഇപ്പോഴും. അപ്പോൾ ഈ അവർ തമ്മിൽ 2 8 വന്നു കഴിഞ്ഞാൽ കടം ഉണ്ടാവും, ഇടിയുണ്ടാവും. പക്ഷേ എന്നാലും ഒരു ചേർച്ച, പൂർണ്ണത വരണം. ഒരു ഭാവം ശിവനാണെങ്കിൽ മറ്റേ ഭാവം, അതിൻ്റെ 7-ാം ഭാവം എന്ന് പറയുന്നത് ശക്തിയാണ്. അപ്പം ആ ഒരു ഇൻയാങ്, അതൊരു പൂർണ്ണത പറഞ്ഞെങ്കിൽ, ശിവശക്തി ഐക്യം പറഞ്ഞെങ്കിൽ ഏതൊരു ഭാവത്തിൻ്റെ അതിൻ്റെ 7-ാം ഭാവത്തിനൊരു ചേർച്ച വരണം. അപ്പോൾ അതുകൊണ്ട് 6-ാം ഭാവത്തിൻ്റെ പൂർണ്ണത വരുത്തുന്ന ഭാവം എന്ന് പറയുന്നത് 12-ാം ഭാവം. അപ്പോൾ 12-ാം ഭാവത്തിൽ 6-ാം ഭാവാധിപൻ നിൽക്കുക, 6-ാം ഭാവാധിപൻ 12 നിൽക്കുക എന്ന് പറയുന്നതൊക്കെ വിമലായോഗമാണ്. അതൊരു ശക്തമായ വിപരീത രാജയോഗമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശത്രുക്കൾ സ്വയം നശിച്ചു പോകും. രോഗങ്ങൾ വന്നാലും വേഗത്തിൽ മാറാനുള്ള കഴിവ്, രഹസ്യമായിട്ടുള്ള ശത്രുക്കളെ മനസ്സിലാക്കാനും അതിനെ അതിജീവിക്കാനുമുള്ള കഴിവ്, ആശുപത്രി, ജയിൽവാസം, ആശ്രമം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ, ആശുപത്രി, ജയിൽ, ആശ്രമം, നിയമപരമായിട്ടുള്ള മേഖലകൾ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവും. എന്നിരുന്നാൽ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ആശ്രമം, അതേപോലെ തന്നെ ആശുപത്രി, ജയിൽ, അതായത് ഒന്നീ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ സേവനം ചെയ്യുന്ന ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് വിദേശത്തോ സ്വദേശത്തോ ഒക്കെ ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളൊക്കെ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാവും. അതുപോലെ പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക്, പ്രത്യേകിച്ച് 12-ാം ഭാവമല്ലേ, 12-ാം ഭാവം എന്ന് പറഞ്ഞാൽ വിദേശവും കൂടി വരും. അപ്പോൾ അതൊരു ജലരാശിയൊക്കെ ആണെങ്കിൽ 6-ാം ഭാവാധിപൻ 12-ൽ വിദേശത്ത് പോയി സെറ്റിൽ ആവാനും, വിദേശത്ത് വസ്തുവകകൾ വാങ്ങാനും, അവിടെ വീട് വെക്കാനും, അവിടെ സുഖാനുഭവിക്കാനും ഒക്കെയുള്ള ഒരു യോഗവും കൂടിയാണ്. ഒരു സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിൽ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ 6th ഹൗസിലോട് 12ൽ പോവുകയും വ്യാഴവും ശനിയും ഒക്കെ നന്നായിട്ട് ബലപ്പെടുകയും ലഗ്നാധിപന് ബലപ്പെടുകയും ചെയ്താൽ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് ജീവിതത്തിന് അല്പസ്വല്പം സുഖങ്ങളെല്ലാം അനുഭവിച്ച് അത്യാവശ്യം ദൂരത്തൊക്കെ ചെയ്ത് അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കി നല്ല വസ്ത്രങ്ങളും കിട്ടാവുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു പരിധിവരെ എല്ലാ സുഖങ്ങളും ധാർമ്മികമായിട്ടെല്ലാം അനുഭവിച്ച് ഒരു മടുപ്പ് വരുന്നൊരു പോയിൻ്റ് വരും. അപ്പം മനസ്സ് പലപ്പോഴും ഒറ്റപ്പെടലും അതുപോലെ തന്നെ ആത്മീയ ചിന്തകളിലും മുഴുകി
അല്ലെങ്കിൽ അതിനെയൊക്കെ ഇഷ്ടപ്പെടുകയും സ്വസ്ഥമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുകയും നേച്ചറിനെയൊക്കെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയും അതുപോലെ തന്നെ ഭൗതികപരമായിട്ടുള്ള പോരാട്ടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി എന്തിനാ ഇത് ഇത്രയൊക്കെ പോരെ അല്ലെങ്കിൽ ഇത്രയൊക്കെ മതി ആർക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ചിട്ട് പോവുകയും ചെയ്യാനൊക്കെ ഉള്ളൊരു ശ്രമം. എന്നാലും ഇടയ്ക്ക് ഈ 6-ാം ഭാവാധിപൻ 12ലേക്ക് വേണ്ടി ശയനഭാവം കൂടല്ലേ, ഇടയ്ക്ക് വികാരങ്ങൾ, കാമക്രോധ ലോഭ മോഹ മത മത്സര്യാദികളായിട്ടുള്ള ഷഡ്വൈരികൾ എത്ര പിടിച്ചു നിർത്തിയാലും കയ്യിൽ നിന്ന് അങ്ങ് പോകുന്നൊരവസ്ഥ. നന്നാവണമെന്ന് വിചാരിച്ചാൽ കയ്യിൽ നിന്ന് അങ്ങ് പോകുന്ന വാസനകൾ കാരണം കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥ. പിന്നെയും തിരിച്ച് ആത്മീയ ചിന്തകളിലേക്കും വന്ന് ഇങ്ങനെ പല പ്രാവശ്യം ആയി ഒരു മടുപ്പ് വന്നിട്ട് പൂർണ്ണമായിട്ടും സ്പിരിച്വാലിറ്റിയുടെ ഒരവസ്ഥയിലേക്ക് വരികയും ഭൗതികപരമായിട്ടുള്ള വലിയ പോരാട്ടങ്ങളിൽ വിജയിച്ച കളം നിറഞ്ഞ് കളിച്ച പലയിടത്തു നിന്നും മറ്റു പലരെ ഏൽപ്പിച്ച് സ്വയം മാറി നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയും മറ്റുള്ളവരെ രഹസ്യമായി സഹായിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയും ഒരു രഹസ്യമായ ഒരു ലോകം ഇവർ തീർത്ത് അവിടെ സ്വസ്ഥമായിരിക്കുകയും ചെയ്യാനൊക്കെ ഇവർക്കൊരു ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ തന്നെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മ. 6-ാം ഭാവാധിപൻ 12 ഉറക്കമില്ലാത്ത അസുഖം ഉണ്ടാവും. അകാരണമായിട്ടുള്ള ഉത്കണ്ഠ. 12 ചന്ദ്രൻ തന്നെ ഉറക്ക കൂടുതലോ ഒക്കെ ഒന്നി ഉറക്കം അങ്ങ് കൂടും അല്ലെങ്കിൽ ഉറക്കം അങ്ങ് കുറയും. അകാരണമായിട്ടുള്ള ഉത്കണ്ഠ ഇവയ്ക്കുമൊക്കെ സാധ്യതയും ഉണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് 6th ഹൗസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമ്മൾ 6-ാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിന്നാലുള്ളത് പഠിച്ചു. 6-ാം ഭാവത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. 6-ാം ഭാവത്തിൻ്റെ കാരഗ്രഹത്തെക്കുറിച്ച് പഠിച്ചു. 6-ാം ഭാവത്തിൻ്റെ ചില പ്രത്യേകമായിട്ടുള്ള കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു. ദൃഢാദൃഢ ഫലങ്ങളെക്കുറിച്ച് പഠിച്ചു. 6-ാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലങ്ങൾ പഠിച്ചു. 6-ാം ഭാവാധിപൻ വിവിധ ഭാവങ്ങളിൽ നിന്നാലുള്ളത് പഠിച്ചു. ഇനി നമുക്ക് 6-ാം ഭാവം ഓരോരോ രാശികളും നക്ഷത്രങ്ങളും ആയാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഏതാണെന്ന് അത് വെച്ച് നിങ്ങൾക്ക് രോഗങ്ങൾ അനലൈസ് ചെയ്യാൻ എളുപ്പമാവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ബുക്കിൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ടെക്സ്റ്റിൽ ഞാനത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ഓരോ ഗ്രഹത്തിൻ്റെയും പറഞ്ഞിട്ടുള്ള രോഗാദുരിതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റുകയും ചെയ്യും. അപ്പം ഏത് ഭാഗത്ത് അസുഖം വരാം എന്നൊക്കെയുള്ളത് മെഡിക്കൽ അസ്ട്രോളജിയൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു കിളിവാതിലായിട്ടൊരു തുടക്കമായിട്ട് മാറുകയും ചെയ്യും. അപ്പം നക്ഷത്രങ്ങൾ വെച്ചിട്ടും ഇപ്പം കാലാങ്കാനി വരാങ്കമാനനമുരോ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട്. ഭാവപുരുഷൻ്റെ ശരീരഭാഗം അതായത് കാലപുരുഷൻ്റെ ഓരോ അംഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഒരു ശ്ലോകമുണ്ട്. അതിൻ്റെ ഒരു വിശദമായിട്ട് നമുക്ക് നോക്കാം. അതിനുശേഷം നക്ഷത്രങ്ങൾ 27 അശ്വതി തുടങ്ങി രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഭാഗങ്ങളെക്കുറിച്ച് നോക്കാം. രോഗവിഷയങ്ങളും ആയുസ്സിൻ്റെ വിഷയവും ചിന്തിക്കുന്ന സമയത്ത് ദ്രേക്കാണം, ഒരു രാശിയെ 3ആയിട്ട് തിരിക്കുന്നതാണ് ദ്രേക്കാണം. ദ്രേക്കാണത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അതിൻ്റെ ആധിപത്യം പല ആചാര്യന്മാർക്ക് പല അഭിപ്രായമാണ് ദ്രേക്കാണാധിപത്യത്തെക്കുറിച്ച്. പല ആചാര്യന്മാർക്ക് പൊതുവെ 1-ാമത്തെ ദ്രേക്കാണത്തിന് ആ രാശിയുടെ തന്നെ അധിപനെയും 5-ാമത്തെ രാശിയുടെ അധിപൻ 2-ാം ദ്രേക്കാണത്തിൻ്റെ അധിപനും 3-ാമത്തെ ദ്രേക്കാണത്തിൻ്റെ അധിപൻ 9-ാം രാശിയുടെ അധിപൻ എന്നുമാണ് പൊതു ഒരു നിയമം. പക്ഷേ ഇതല്ലാതെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായം പലർക്കുണ്ട്. നമുക്ക് അതൊക്കെ ദ്രേക്കാണത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് കുറച്ച് വിശദമായിട്ടും ദ്രേക്കാണ സ്വരൂപങ്ങളെക്കുറിച്ചും ദ്രേക്കാണ സ്വരൂപത്തിൽ വരാഹം മിഹിരൻ പറയുന്ന അഭിപ്രായമല്ലാത്ത വേറെ ദ്രേക്കാണ സ്വരൂപങ്ങളുണ്ട്. അതും നമുക്ക് നോക്കാം. കുറച്ചുകൂടെ മുന്നോട്ട് ഭാവമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് പോട്ടെ. പക്ഷേ നമുക്ക് ഇവിടെ നമുക്ക് ഈ 36 ദ്രേക്കാണങ്ങളിലായിട്ട് ശരീരത്തിൻ്റെ വിവിധ അംഗങ്ങളെ കൊടുത്തിട്ടുണ്ട്. അതും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുകയും ചെയ്യാം. അപ്പോൾ അതടുത്ത ക്ലാസ്സിൽ നോക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൽ ഈ പഠിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് മാക്സിമം ലളിതമായിട്ടാണ് ഞാനിത് പഠിപ്പിക്കാൻ നോക്കുന്നത്. എന്തായാലും നിങ്ങളുടെ കമൻറ്റുകളും അനുഗ്രഹവും പ്രാർത്ഥനയും എന്നോടൊപ്പം ഉള്ള യാത്രയും ഒക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സർവേശ്വരി തരും എന്ന് വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ഗുരുക്കന്മാരിൽ നിന്നും ഈ വിഷയങ്ങൾ കിട്ടിയതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ അനുഭവത്തോടൊപ്പം. അതൊരു ഈശ്വരാനുഗ്രഹമാണ്. ഇത് ഋഷിമാർ കണ്ടെത്തിയ ശാസ്ത്രമായതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഇത് ഉപകാരപ്പെടുകയും ചെയ്യും എന്ന് എൻ്റെ ഉറച്ചുള്ള വിശ്വാസമാണ്. അതെൻ്റെ അനുഭവമാണ്, വിശ്വാസമാണ്. എൻ്റെ അനുഭവമാണ് എൻ്റെ പ്രമാണം. ഏതനുഭൂയതേ തത് പ്രമാണം എന്നല്ലേ. അപ്പം അത് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുകയും ചെയ്യും. ആത്മാർത്ഥമായിട്ട് പഠിക്കുക, ഈശ്വരനെ ആശ്രയിക്കുക, അവനവൻ്റെ നിത്യജീവിതം
ഭംഗിയായിട്ട് പ്രസൻറ്റിൽ കൊണ്ടുപോകാനും നോക്കുക. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ മുന്നേ പറഞ്ഞ വിഷയവുമായിട്ട് വരാം. നമസ്കാരം.